ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ, ഇത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദൂരെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവളുടെ വീട്. വീട്ടിൽ നിന്ന് ഒന്ന് കാല് വെക്കുന്നത് അവളുടെ വീട്ടിലോട്ടാണ്. കാല് വെക്കുന്നത് തൊട്ടപ്പുറത്ത് വീട്ടിൽ കുട്ടിയാണ്. അപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോഴാണ് അവരിവിടെ വീട് വെച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഷീ ഈസ് റിയലി ലൈക്ക് മൈ സിസ്റ്റർ, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അവളുടെ പേര് അക്ഷയ എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എന്നാലും ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വീട് ഞാനിത് എടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ പഠിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ചേച്ചിയും ഞാനും ആയിരുന്നു. ഈ പരിസരത്തെ 2 പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളായിരുന്നു. അപ്പോൾ ഞാനും അവളും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സുപ്രഭാതത്തിലല്ല, പിന്നെ എൻ്റെ പെട്ടെന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അവളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലോൺലിനെസ്. അതിപ്പോൾ അനിയത്തിമാരിങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ചേച്ചിമാരുടെ വീട്ടിലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലോൺലിനെസ് ഒരു 90% മാറിയത് അക്ഷയ ഉണ്ടായിരുന്നുണ്ട്. അപ്പം ശരിക്കും അവളും ഞാനും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒരു സ്നേഹത്തിൽ സംസാരിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ പരസ്പരം കാണുന്നതേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കവേ അവൾ പഠിക്കാൻ പോവാണ്, എറണാകുളത്ത് പഠിക്കാൻ പോവാണ്. ഞാൻ കോട്ടയത്ത്, അവൾ എറണാകുളത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറത്തെ യാത്രയ്ക്കേ ഉള്ളൂ. എന്നാലും അവളിങ്ങനെ എനിക്കൊരു വിഷമം വന്നാലും സങ്കടം വന്നാലും ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്ന അക്ഷയുടെ അടുത്താണ്. അപ്പം അതായത് ഞാൻ വളരെയധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അവളങ്ങനെ സംസാരിക്കാൻ വലിയ താല്പര്യമില്ല, അവൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എനിക്ക് അങ്ങനെയുള്ളവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ അവൾ പോവാണ്. ഞാനൊരു ഗിഫ്റ്റൊക്കെ അവൾക്ക് മേടിച്ചു കൊടുത്തു. ഇപ്പം ഞാനൊരു തൊഴിൽ ആയതുകൊണ്ട് പിന്നെ എൻ്റെ ബഡ്ജറ്റിന് നടക്കുന്ന ഒരു ഗിഫ്റ്റ് അവൾ വളരെ ആഗ്രഹിച്ചത്, എനിക്ക് കൊടുക്കണം തോന്നിയത് വയർ ഗിഫ്റ്റ് ഞാൻ അവൾക്ക് നേരത്തെ കൊടുത്തായിരുന്നു. അപ്പം ഞാൻ മേടിച്ച് കൈ വെച്ച് ഈ ഒരു നിമിഷത്തിൽ അപ്പം അവൾക്ക് ഞാൻ ഇന്നൊരു ഹാൻഡ് മെയ്ഡ് കാർഡ് എഴുതാൻ പോവാണ്. കാർഡ് അപ്പോൾ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് ഞാൻ കാർഡൊക്കെ എഴുതിയത്. അപ്പം അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ്, ഇപ്പോൾ നമുക്ക് എന്ത് പറയാനുള്ളതൊക്കെ ഒരു മെസ്സേജ് ആണെങ്കിൽ ഓക്കെ, അത് ചിലപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാം. പക്ഷേ നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്നത് അത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്ക് എഴുതാനായിട്ട് തോന്നുന്നു. സോ ഞാനതുകൊണ്ട് എഴുതി കൊടുക്കാൻ പോകും. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഒരു കാർഡ് ഉണ്ടാക്കിയാലുണ്ട്, അതുകൊണ്ട് ഞാനൊരു കാർഡ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ 2-3 യൂട്യൂബ് വീഡിയോ ഒക്കെ റെഫർ ചെയ്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റിക് സ്കിൽസൊക്കെ പണ്ടേ കപ്പൽ കയറിയതാണ്. എന്നാലും ഇപ്പോൾ ഒരു സന്തോഷമല്ലേ. ഇപ്പോൾ ഒരു 3 കാർഡ് ഉണ്ടാക്കണം. കാരണം എനിക്ക് 3 പേർക്ക് ഇത് കൊടുക്കാനുണ്ട്. ഇത് ഇവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അക്ഷയനെ പറ്റി 2 വാക്ക് പറയുവാണ്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പറയാം. എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ്. അതായത് എനിക്കൊരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഇപ്പോൾ ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ പോലും ഞാൻ അവളോട് ചോദിക്കും. അപ്പോൾ അവൾ അതിൽ നല്ലൊരു അഭിപ്രായം പറയും. ഭയങ്കര ജെനുവിനായിട്ട് ഉത്തരം പറയും. അതായത് നമുക്ക് ഫീൽ ചെയ്യും ജെനുവിനായിട്ട് അവൾ നമ്മളോട് സംസാരിക്കുന്നതെന്ന്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര ജെനുവിൻ ക്യാരക്ടറാണ്. സോ അപ്പം അയ്യോ, അപ്പോൾ അവൾ പോവുകയാണ്. അപ്പോൾ ഇനി എനിക്ക് വർത്തമാനം പറയാൻ എൻ്റെ കത്തി വെക്കാനും ആരുമില്ലല്ലോ എന്നുള്ള വിഷമമാണ് എനിക്ക്. കാരണം ഇപ്പം എല്ലാവരോടും നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളവർ അതായത് കണ്ടുള്ളപ്പോൾ കണ്ടിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് കേൾക്കാൻ ആളുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അക്ഷയനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ അക്ഷയ ഞാനിപ്പോൾ ഒരു എനിക്കൊരു റീൽ എടുക്കണമെങ്കിൽ ഇപ്പം ഞാൻ അവളുടെ ചെയ്യുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം ഇഷ്ടപ്പെടുന്നു, ഒരെണ്ണം അപ്പുറത്തെത്തിയിരുന്നു, അവളോട് പറയുന്നു പക്ഷേ നമുക്ക് റീൽ എടുക്കാം. നമുക്ക് റീൽ എടുക്കാം, അല്ല എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും പറയുന്നില്ല, ചേച്ചി നമുക്ക് റീൽ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് റീൽ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ കോപ്രായം കാണിച്ചാൽ അതിൻ്റെയൊക്കെ വാല പിടിക്കാൻ അവളും വരും. സോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടാനൊരു ഭയങ്കര ഭാഗ്യമാണ്. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കാർഡ് ഉണ്ടാക്കുന്ന കാണാം ഗൈസ്. മുഴുവനൊന്നും കാണിയതൊന്നുമില്ല, എന്നാൽ ഞാൻ കുറച്ചൊക്കെ കാണിക്കാം.
ചേച്ചി ഇത്ര ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചേ. ഇതെന്താ ഞാൻ കാഴ്ച കൊടുത്ത് അറിയിക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒന്നും പറയാനില്ല, സന്തോഷമായി.